പൂന സ്റ്റൈൽ ദാൽച്ച ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ബൗൾ കുറച്ച് ബീഫ്, അതിലേക്ക് 2 സവാളയും 2 തക്കാളിയാണ് മൊത്തത്തിൽ നമുക്ക് വേണ്ടത്. അതിൽ നിന്ന് കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിനൊരു സ്പെഷ്യൽ മസാലയുണ്ട്, കാന്താ മസാല. അതില്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരെ നമുക്കത് വേഗം വെക്കണം. പിന്നെ നമുക്കിതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചുരയ്ക്ക. ഇത് നമുക്ക് നിർബന്ധമായിട്ടും ഈ ദാൽച്ചയ്ക്ക് വേണ്ടതാണ്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അകത്തെ കുരുവൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യും. ഒത്തിരി കനം കുറച്ച രീതിയിലല്ല, സാമ്പാറിനൊക്കെ അരിയുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ വലുപ്പത്തിലോ നീളത്തിലോ ചതുരത്തിലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്യാം. പരിപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മളതിന് വേഗം വെക്കണം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിനാവശ്യമായത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു 1 അവറൊക്കെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. രണ്ടും കൂടി ഒരുമിച്ച് വേവാനിടുമ്പോൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ തുവരപ്പരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ മസൂർ ദാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബൗള് മസൂർ ദാലും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചുരക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊരു ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ വരെ നമുക്ക് ഇതും വേഗം വയ്ക്കണം. 2 വിസിലാകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. പരിപ്പൊക്കെ ഒന്ന് ഉടഞ്ഞ് ഈ ചുരയ്ക്ക് കറക്റ്റായിട്ടൊന്ന് ഉടയാത്ത രീതിയിൽ വെന്ത് നമുക്ക് കിട്ടും. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 സവോള നമ്മൾ എടുത്ത് വെച്ചില്ലേ, അതിൽ ബാക്കി വന്ന സവോള ഇട്ടിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിന് ശേഷം ഇതിന് വേണ്ട മസാലപ്പൊടികൾ നമ്മൾക്ക് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറുജീരകത്തിൻ്റെ 1 സ്പൂൺ ചെറുജീരകപ്പൊടിയും പിന്നെ നമുക്ക് വേണ്ടത് കാന്താ മസാലയാണ്. കാന്താ മസാല ഇല്ലെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ട നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫുണ്ടല്ലോ, ബീഫും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്നിട്ട് ഈ സവാളയ്ക്കകത്തൊക്കെ ഒന്ന് മസാലയ്ക്കകത്തൊക്കെ ഒന്ന് കിടന്നൊന്ന് പിടിക്കുന്നത് വരെ നമ്മളൊന്ന് ഇച്ചിരി ആ വെള്ളം അത് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി വെന്ത ബീഫാണ്, പിന്നെ ഈ മസാലയുമായിട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും ചുരുക്കയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതൊന്ന് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവാണെങ്കിൽ കട്ടിക്കായിരിക്കുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്യണം. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മളിതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, അപ്പം ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒരു പിടി പുതിനയില വേണം. പിന്നെ പേരിന് കുറച്ച് പുതിനയിലക്കാട്ടും കുറച്ച് മല്ലിയില മതി. പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കണം. 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമ്മുടെ പൂന സ്റ്റൈൽ ദാൽച്ച റെഡിയായി. ഇതിന് നല്ലൊരു കോമ്പിനേഷൻ ഗീ റൈസും ദാൽച്ചയും.